കഴിഞ്ഞ ഒരാഴ്ചയിൽ പ്രഭാത സമയം വാഹനം ഓടിച്ച് ജോലിക്കായി കടന്നു പോകുമ്പോൾ വളരെ യാത്രയിലൊക്കെ ദൈവദിനം ധ്യാനിക്കാനൊക്കെയും ദൈവം ഒരു ഭാഗ്യം തരാറുണ്ട്. അങ്ങനെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ലാതെ എൻ്റെ കണ്ണുകൾ നിറയുവാൻ തുടങ്ങി. എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വാഹനം ഓടിക്കുമ്പോൾ ഒഴുകുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഒന്നുമില്ലാതെ ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ ഞാൻ ഭാഗത്ത് കരയുവാൻ തുടങ്ങി. എനിക്കൊന്ന് മനസ്സിലായി, പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു പുരുഷൻ കരയുക എന്ന് പറഞ്ഞാൽ, അത് ഒരു കാരണമില്ലാതെ കരയുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. ആ കണ്ണുനീരിന് നടുവിൽ കർത്താവിനോട് പറഞ്ഞു, ആരോ കരയുന്നു, ആരോ കരയുന്നു. ആ കണ്ണുനീരാണ് നിന്നെ ഞാൻ അനുഭവിച്ചത്, അതാണ് നീ ഇപ്പോൾ കരയുന്നത്. എൻ്റെ ജനമായിരിക്കുന്നവർ ആരോ വേദനയാൽ കരയുന്നു. ഞാൻ കർത്താവേ, ഞാനത് അനുഭവിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കണ്ണുനീര് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ കണ്ണുനീർ നടുവിൽ ഒരു വചനം ശക്തമായി വെളിപ്പെട്ടു വന്നു. ഇന്ന് പകലിൽ ആ പ്രത്യേക അനുഭവത്തോടു കൂടിയാണ് ദൈവനെ സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക അനുഭവമായിരുന്നു, വർണ്ണിക്കുവാൻ കഴിയുകയില്ല. അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ആ ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ട്, വചനം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചിന്താകുലങ്ങളാൽ, പ്രയാസങ്ങളാൽ, ജീവിതത്തിന്റെ തകർച്ചകളാൽ എൻ്റെ ജനം കരയുന്നു. എൻ്റെ മകനല്ല എൻ്റെ മകൾ കരയുന്നു. നീ അവരോട് പറയണം, എൻ്റെ കർത്താവ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നു. നിങ്ങൾ കരയരുത്, നിങ്ങൾ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്, ഈ ഭാരം നിങ്ങൾ വഹിക്കരുത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുകയാണ്, അവൻ കരുതിയിരിക്കുകയാണ്. അങ്ങനെയല്ലേ നമ്മൾ വചനം വായിച്ചത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഭൂമിയിൽ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് കണ്ടെന്ന് വരികയില്ല, ഭൂമിയിൽ ആരും നിങ്ങളുടെ കൂടെ നിന്ന് വരികയില്ല. പക്ഷേ നിങ്ങളെ കരുതുന്നൊരു ദൈവം. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും, നിങ്ങളുടെ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഡോണ്ട് കീപ് ഇറ്റ് യുവർ സെൽഫ്. അത് പിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. സ്തോത്രം, പ്രൈസ് ഗോഡ്. നീ തകരുന്നതും നീ കരയുന്നതും ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്നതിൽ ഓർത്തുകൊള്ളണം. നീ കരയുന്നത് കണ്ടിട്ടാണ് എൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ പുറത്തേക്ക് ഇറക്കുവാൻ ദൈവം ഇടയാക്കിയത്. നീ കരയുന്നത് നിലവിളിക്കുന്നത് കണ്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കർത്താവ് എന്നെ അറിയിച്ചത്. ആമേൻ. നിനക്കൊരു വിടുതൽ തരുമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇന്ന് പകൽ ഈ വചനം കർത്താവിൻ്റെ കരകളിൽ തന്നിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ ചിലരുടെ കണ്ണീര് തുടയ്ക്കുവാൻ പോകുകയാണ്. ഈ വചനങ്ങൾ ചിലരുടെ വിഷയങ്ങളിൽ നിന്ന് പുറത്തെടുക്കുവാൻ പോകുകയാണ്. ഈ വചനം ആമേൻ നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുകയാണ്. ഈ വചനം നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ പോകുകയാണ്. ആമേൻ. ലോകം വിധി എഴുതിയതും ശത്രു ചിന്തിക്കുന്നതും ഒന്നും നടക്കാതെ വണ്ണം ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് അനുഭവങ്ങളോട് തന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ പോകുകയാണ്. ആമേൻ. നിങ്ങൾ വിശ്വസിക്കേ, ഏറ്റെടുക്ക്. കരുതുന്നൊരു പിതാവ് നിങ്ങളുടെ കൂടെയുണ്ട്, കരുതുന്നൊരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സ്തോത്രം. നീ തകർന്നിരിക്കുന്നത്, നുറുങ്ങിയിരിക്കുന്നത് കാണുന്ന ദൈവം
അത് തൻ്റെ ജനത്തെ അറിയിക്കുന്ന ദൈവം, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആമെ ആഹ്വാനം ചെയ്ത ദൈവം, അതോടൊപ്പം അവന് വിടുതലിനുള്ള വചനം കൊടുക്കുമെന്ന് പറയുന്ന ദൈവം ഇന്ന് പകൽ നമ്മുടെ മധ്യ ജീവനോടിരിക്കുന്നു. അവൻ വചനം തരുവാൻ വിശ്വസ്തനെങ്കിൽ വിടുതൽ തരുവാൻ അവൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് കരയുന്ന ആമേൻ ആരാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം കണ്ണീരോടെ കരഞ്ഞത്? ആരാണ് നിലവിളിച്ചത്? ആ നിന്നോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ പോകുന്നത്. എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി, എല്ലാം അവസാനിച്ചെന്ന് കരുതി നീ നിലവിളിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരു കാര്യം ഇപ്പോൾ ഓർക്കണം, മനുഷ്യർ പറയുന്നത് പോലെ ദൈവം ചുമ്മാതൊന്നും പറയുകയില്ല. ദൈവത്തിന് ഓരോ വാക്കിനും അർത്ഥമുണ്ട്, ആഴമുണ്ട്, ശക്തിയുണ്ട്. നമ്മളൊരു ജോലിക്ക് വേണ്ടി ചോദിച്ചാൽ അവരോട് പറയാം, CV അയക്കും, ഞാൻ നോക്കാം. നമ്മൾ CV അയക്കുന്നല്ലാതെ ആരും നോക്കാൻ പോകുന്നില്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, നീ ആ CV അങ്ങോട്ട് അയക്ക്, ഞാൻ നോക്കാമെന്ന് പറഞ്ഞാൽ കർത്താവ് അത് നോക്കിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്ന പോലെ ഇന്ന് പകൽ ഓർത്തുകൊള്ളണം, ആമേൻ, എനിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് വെറുതെ നമ്മോട് പറയുകയില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ എൻ്റെ കയ്യിൽ കൊണ്ടുതരുവാൻ പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ ഒത്തിരി രഹസ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുവാൻ കാരണം? നീ തകർന്നിരിക്കുന്നതും നുറുങ്ങിയിരിക്കുന്നതും വേദനയോടിരിക്കുന്നതും കാണുന്ന കർത്താവ് പറയുന്നു, അതെല്ലാം എൻ്റെ കരങ്ങളിൽ തരിക. അതിനുള്ള കാരണം സങ്കീർത്തനം 51 അധ്യായം 17 വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നു. സാംസ് 51:17. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്? വേഗത്തിൽ വായിച്ചു. 51:17. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ തകർന്നും നുറുങ്ങിയും ഇരുന്നാൽ ഭൂമിയിലുള്ള സകലരും അവനെ റിജക്റ്റ് ചെയ്യും. ഭൂമിയിലുള്ള സകല മനുഷ്യരും അവനിൽ നിന്ന് ഓടിപ്പോകും. ഭൂമിയിലുള്ള സകലരും അവനെ വിട്ടുമാറും. അവൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ കാരണം ഇവനെനിക്കൊരു തലവേദനയാണ്. എന്നാൽ സകല ചിന്താകുലവും കൊണ്ടുവരുവാൻ പറഞ്ഞ കർത്താവ് പറയുന്നു, ആമേൻ, തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ആമേൻ ഒരു വ്യക്തിയെയും ഈ പിതാവ് നിരസിക്കുകയില്ല, റിജക്റ്റ് ചെയ്യുകയില്ല. ആമേൻ. അതേ പ്രശ്നങ്ങളോടുകൂടെ ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ബ്രിങ് ടു മീ, ബ്രിങ് ഓൾ യുവർ പ്രോബ്ലംസ് ടു മീ. എല്ലാം എൻ്റെ അരികിൽ കൊണ്ടുപോവാ. കാരണം നീ തകർന്ന് നുറുങ്ങിയും ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ ഒരിക്കലും റിജക്റ്റ് ചെയ്യുകയില്ല. സ്തോത്രം. 34 സങ്കീർത്തനം സാംസ് 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 34:18 പറയുന്നു, ദ ലോർഡ് ഈസ് നിയർ ടു ദ ബ്രോക്കൺ ഹാർട്ട്. നിന്റെ ഹൃദയം തകർന്നിരിക്കുന്നവരെ നിരസിക്കാത്ത ദൈവം, റിജക്റ്റ് ചെയ്യാത്ത ദൈവം സ്വർഗത്തിലിരിക്കുകയല്ല. നിന്റെ ഹൃദയം തകരുകയും നുറുങ്ങുകയും ചെയ്യുമ്പോൾ, നീ വേദനയോടെ നിലവിളിക്കുമ്പോൾ, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുമ്പോൾ അത് ഒപ്പിയെടുത്തിട്ട് അത് അനുഗ്രഹം മാറ്റുന്ന ദൈവത്തിൻ്റെ കരം എന്നെ നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാനുള്ള കാരണം, ഹൃദയം നുറുങ്ങുമ്പോൾ, തകരുമ്പോൾ എൻ്റെ ദൈവം സമീപസ്ഥനാണ്. നിന്റെ അടുത്തുണ്ട് നിന്റെ പിതാവ്. അടുത്ത് വരികയും മാത്രമല്ല, അവൻ അടുത്ത വാക്യം പറയുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൻ നിന്നെ റിജക്റ്റ് ചെയ്യുകയില്ല, അവൻ ഓടിപ്പോകുകയില്ല. അവൻ നിന്റെ അരികിൽ നിന്നിട്ട് ദൈവത്തിന് സ്തോത്രം, നിന്നെ രക്ഷയിലേക്ക്, ദൈവം നൽകുന്ന രക്ഷയിലേക്ക്, നിന്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും ദൈവം നിന്നെ രക്ഷിക്കുന്ന ഒരു അനുഭവമാണ് ഇന്ന് പകൽ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ രക്ഷയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, നീ ആ രക്ഷ അനുഭവിക്കുമ്പോൾ നീ മറ്റൊരു കാര്യം കൂടെ തിരിച്ചറിയുന്നതെന്നറിയാമോ? സങ്കീർത്തനം 91:16 വാക്യം, സാംസ് 91:16. നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് നീ മറ്റൊരു കാര്യം കൂടെ നീ അറിയുന്നത്. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. എന്റെ രക്ഷ, ഞാൻ കൊടുക്കുന്ന രക്ഷ അവൻ കാണുമ്പോൾ അവൻ തിരിച്ചറിയും, ദൈവം ദീർഘായുസ് കൊണ്ട് എന്നെ തൃപ്തി വരുത്തിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്നറിയാമോ? പലപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ മരിച്ചു കളയണം ചിന്തിച്ചവരാണ് നമ്മൾ.
പലപ്പോഴും ജീവിതം ഒടുക്കാമെന്ന് ചിന്തിച്ചവരാ നമ്മൾ. ശത്രു പറഞ്ഞു, ഇവന്റെ ജീവിതം പാതി വഴിയിൽ നിർത്തും, ഇവന്റെ ജീവിതം ഞാൻ ചില വർഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കും, ഇവൻ ഈ ഭൂമിയിൽ നിന്ന് ഒരു വിഷക്കുപ്പിയിൽ അവസാനിക്കും, ഇവൻ ഒരു മുഴം കയറിൽ അവസാനിക്കും. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ നിരസിക്കാതെ നിന്റെ അരികിൽ വന്ന് ഞാൻ രക്ഷപ്പെടുത്തുമ്പോൾ, ഞാൻ നിന്നെ സൃഷ്ടിച്ച സമയം മുതൽ നീ ഭൂമിയിൽ നിൽക്കേണ്ട മുഴുവൻ ദീർഘായുസോടുകൂടെ നിന്നെ നിർത്തി എന്റെ ഇഷ്ടങ്ങൾ ഭൂമിയിൽ ചെയ്യുവാൻ ഇടയാക്കുക മാത്രമല്ല, മരണത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ച് ദൈവം നിന്നെ ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം നീ ഓർക്കണം, നിന്റെ പ്രശ്നങ്ങളെല്ലാം നീ എടുത്ത് നിന്റെ ഉള്ളിൽ വെക്കാതെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, മുഴുവൻ നീ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നീ ടോട്ടലി ഫ്രീ ആകുക. ബി എ ഫ്രീ ബേർഡ്. ഒരു തൂവൽ പക്ഷി പോലെ എടുത്തെറിഞ്ഞാൽ ഇങ്ങനെ കനമില്ലാതെ താഴേക്ക് വീഴുന്നത് പോലെ ഈ കനമെല്ലാം എടുത്ത് പിതാവിന്റെ കരങ്ങളിൽ കൊടുക്ക്. അവൻ നിന്നെ ഒരിക്കലും റിജക്റ്റ് ചെയ്യുകയില്ല. നിന്റെ പ്രശ്നങ്ങളുടെ വലുപ്പം കണ്ട് നിന്നെ അവൻ തള്ളിക്കളയുകയില്ല. അവൻ നിന്റെ അരികിൽ വന്ന് നിന്നെ വിടുവിക്കും. മരിക്കുവാൻ തീരുമാനമെടുത്ത് മരണം മതിയെ തീരുമാനിച്ച എന്നെ നിന്നെ വിടുവിച്ചത് എന്തിനെന്നറിയാമോ? രക്ഷയിലേക്ക് നയിക്കുവാൻ. ദൈവം നിന്നെ വിടുവിച്ച വിധങ്ങളൊന്ന് കാണുവാൻ, അത് നീ അനേകരോട് സാക്ഷീകരിപ്പാൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽ ഹൃദയത്തിൽ നിങ്ങൾ ആഴത്തിൽ കുറിച്ചു വെക്കണം, ഏത് പ്രതിസന്ധി നടുവിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും ദൈവം നമ്മെ കൈവിടുകയില്ല. ഒരിക്കലും ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളയുകയില്ല. സ്തോത്രം. എല്ലാ പ്രശ്നങ്ങളോടും കൂടെ നീ ആയിരിക്കുന്ന എല്ലാ വേദനകളും ഹൃദയ നുറുക്കവും തകർച്ചയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിന്റെ മുമ്പിലാണ് നീ ആയിരിക്കുന്നതെന്നും അതുകൊണ്ട് ഒരു നാളും ദൈവം എന്നെ കൈവിടുകയില്ല എന്ന് നീ ഉറച്ച് വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. സ്തോത്രം. എന്റെ ദൈവം എന്നെ ഒരു നാൾ കൈവിടുകയില്ല. സങ്കീർത്തനം 34:6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കൃത്യമായി ഇങ്ങനെ എഴുതി വയ്ക്കും. Psalms 34:6-7. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ 5 and 6 അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, ഈ ചിന്താഭാരവുമായി എല്ലാ വേദനകളുമായി അവങ്കിലേക്ക് നോക്കിയവർ, അവന്റെ കരങ്ങളിലേക്ക് കൊടുത്തവർ, അവർ ഒരു നാളിൽ ലജ്ജിച്ചു പോയില്ല. അവർ നിലവിളിച്ചു, ദൈവം അവരെ സകല കഷ്ടങ്ങളിൽ നിന്നല്ല സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുകയാണ്. നീ പിതാവിന്റെ കരങ്ങളിൽ ഇന്ന് പകൽ വിഷയങ്ങളുമായി നീ കടന്നു ചെല്ലുമെങ്കിൽ ദൈവം നീ ലജ്ജിക്കുവാൻ അവൻ അനുവദിക്കുകയില്ല. നീ കടന്നു പോകുന്ന സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. അവൻ ആരംഭിക്കും, മാത്രമല്ല അതിന്റെ പൂർത്തീകരണം വരുത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഉപവാസ ദിനങ്ങളിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം ആരെന്നുള്ള അറിവ് നമുക്ക് കർത്താവ് നൽകി തന്നു. അവൻ ആരംഭിക്കുന്നവൻ മാത്രമല്ല, അത് പൂർത്തി വരുത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഓർത്തുകൊള്ളുക, അവങ്കിലേക്ക് നോക്ക്, നീ പ്രകാശമുള്ളവനായി മാറും. നീ ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല. അവൻ നിന്നെ സകല കഷ്ടങ്ങളിൽ നിന്നും നിന്നെ വിടുവിക്കും. ഈ 2 വാക്യങ്ങൾ നീ മറന്നു പോകരുത്. ഞാൻ അവങ്കിലേക്ക് നോക്കിയ വ്യക്തിയാ, ഞാൻ ക്രിസ്തുവിലേക്ക് നോക്കിയ വ്യക്തിയാ, എന്റെ ഭാരം മുഴുവൻ ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത വ്യക്തിയാ. അതുകൊണ്ട് എനിക്ക് ഒന്നുറപ്പുണ്ട്, ദൈവത്തിന് മഹത്വം, ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് ഞാൻ കടന്നു പോകുന്ന സകല കഷ്ടങ്ങളിൽ നിന്നും ഞാൻ വിടുതൽ പ്രാപിക്കുമെന്ന് ഈ 2 വചനങ്ങൾ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. God will bring you out from all your problems. എല്ലാ വിഷയങ്ങളിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. 3 ആണികൾക്കോ ഒരു മുൾക്കിരീടത്തിനോ ദൈവത്തിന് സ്തോത്രം അടച്ചു വെച്ചിരിക്കുന്ന ഉരുളൻ കല്ലുകൾക്കോ റോമൻ എംബ്ലത്തിനോ നിന്നെ തടയുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതിനെ ഭേദിക്കുന്ന ഒരു പുനരുത്ഥാന ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ ഒരിക്കലും പരാജയപ്പെടാത്തവനായി, ഇനി മരണത്തിനോ പാതാളത്തിനോ നിന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയാത്തവനായി എന്റെ കർത്താവ് പുറത്തു വന്നതുപോലെ ദൈവം നിന്നെ പൂർണ്ണ ജയാളിയായി ഈ ഭൂമിയിൽ നിർത്തും. നീ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്.
ആമേൻ. നീ കരയരുത്, നിരാശപ്പെടരുത്, ഹൃദയം തകരരുത്, ഹൃദയം നുറുങ്ങരുത്. നിന്റെ സകല വേദനകളെയും കാണുന്ന കർത്താവ് അനുഭവങ്ങളെ പകർന്നുകൊണ്ടെന്ന് പകൽക്കാലം നിന്നോട് പറയുന്നു. നീ കടന്നു പോകുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, രോഗമാകട്ടെ, വേദനകളാകട്ടെ, കടഭാരങ്ങളാകട്ടെ, ഞെരുക്കങ്ങളാകട്ടെ, കേസുകളാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. ഹീ കെയർസ് ഫോർ യു. അവൻ നിങ്ങൾക്ക് വേണ്ടി വിടുതലിന്റെ അനുഭവങ്ങളെ പകർന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഇത്രയുമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇത് പകൽക്കാലം വെക്കണം. ഇത്രയുമെങ്കിലും ഓർക്കണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇനിയും തുടർന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് എങ്ങനെ കർത്താവ് നമ്മളെ വിടുവിക്കാൻ പോകുന്നു. 3 പ്രോമിസസ് ആണ് കർത്താവ് എന്നോട് പറഞ്ഞത്. 3 പ്രോമിസസ്. നമ്മളുടെ വിടുതലിന് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന 3 പ്രവർത്തികൾ, അത് 3 വാഗ്ദത്തങ്ങളാണ്. 3 പ്രോമിസസ്. ആ 3 പ്രോമിസസ് നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒന്നാമത്തെ പ്രോമിസ്, റോമൻസ്, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 4:17, 4-ാം അധ്യായം 17-ാം വാക്യം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ആമേൻ. മതി. ഒന്നാമത്തെ പ്രോമിസ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ നിനക്ക് വേണ്ടി ദൈവം വിളിച്ചു വരുത്താൻ പോവുക. എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഇരിക്കുന്നത് calls into the existence the things that do not exist. എക്സിസ്റ്റ് ചെയ്യാത്തൊരു കാര്യം, ഇല്ലാത്തൊരു കാര്യം ഉള്ളതുപോലെ കർത്താവ് വിളിച്ചു വരുത്താൻ പോവുക. ഉള്ളതുപോലെ കർത്താവ് വിളിച്ചു വരുത്താൻ പോവുക നിനക്ക് വേണ്ടി. ഒന്നാമത്തെ പ്രോമിസ് അതാണ്. നിന്റെ വിടുതലിന് വേണ്ടിയുള്ള ഒരു കരവും ഒരു വഴിയും എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കർത്താവ് വിളിച്ചു വരുത്താൻ പോവുക. അത് നിന്റെ ശൂന്യതയെ കാണിക്കുന്നു. എംപ്റ്റിനെസ്, നിന്റെ ശൂന്യതയെ കാണിക്കുന്നു, നിന്റെ ഇല്ലായ്മയെ കാണിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ദൈവം വിളിച്ചു വരുത്താൻ പോവുക. സ്തോത്രം. ചെങ്കടലിന് മുമ്പിൽ മോശയും ഇസ്രായേൽ മക്കൾ നിൽക്കുമ്പോൾ അവിടെ ഒരു വഴിയില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ വചനം പറയുന്നു ഉണങ്ങിയ നിലത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത് നല്ലവണ്ണം ടാർ ചെയ്ത് ദൈവമക്കൾക്ക് നടന്ന് സേഫായിട്ട് പോകത്തക്ക നിലയിൽ ഗ്രിപ്പുള്ള റോഡ് പോലെ പണ്ട് ആരോ ഉണ്ടാക്കിയതുപോലെ നിമിഷങ്ങൾ കൊണ്ട് ഒരു കരം നീട്ടൽ പ്രാർത്ഥനയുടെ നടുവിലൂടെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വെളിപ്പെടുത്തിയതുപോലെ കർത്താവ് വഴികളില്ലാത്തടത്തും പ്രവൃത്തിയില്ലാത്തടത്തും സ്തോത്രം സമൃദ്ധി ഇല്ലാത്തടത്തും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് നിന്നോടുള്ള വാഗ്ദത്തമാണ്. ഈ 2021 ഫ്രീഡത്തിന്റെ വർഷമാണെങ്കിൽ നിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇല്ലാത്തതിനെ അവൻ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം, ജനസിസ് 21:14-16 ഒന്ന് വായിച്ചേ. 14 മുതൽ 16 വരെ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 14 മുതൽ 16 വരെ. 14-16. അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ വിഴുന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇസഹാക്ക് ജനിച്ചു. സ്തോത്രം. ഹാഗാറിനെ പുറത്താക്കുവാൻ സാറ പറഞ്ഞ് അവളെ പുറത്താക്കി. പോകുമ്പോൾ അവളുടെ ആശ്രയം എന്തായിരുന്നു? അപ്പവും ഒരു തുരുത്തി വെള്ളവും. സ്തോത്രം. ഒരു കൊച്ചു കുഞ്ഞും കരങ്ങളിൽ. അവിടെ പറയുന്നു ബേർഷേബ മരുഭൂമിയിൽ അവൾ എന്ത് ചെയ്തു? ഉഴന്ന് നടന്നു. എന്തിനു നടന്നറിയോ? തുരുത്തിയിലെ വെള്ളം എന്തായി? ചെലവായി. ഒരു കാര്യം, ഒരു അമ്മയുടെ ക്വാളിറ്റി നിങ്ങൾ പഠിക്കണം. എല്ലാ വഴികളും എല്ലാ റിസോഴ്സും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണമോ അതുവരെ ചെയ്യുന്ന ഒരു അനുഭവമാണ് ഒരു അമ്മയെന്ന് പറയുന്നത്. ഒരു കുഞ്ഞു ഭൂമിയിൽ വരുവാൻ, ആ വലിയ വേദന അനുഭവിക്കുവാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ് സഹോദരിമാർ, അമ്മമാർ. തുരുത്തിയിലെ വെള്ളം തീർന്നോണേ കൊച്ചിനെ കൊണ്ടിട്ടില്ല.
ഞാൻ വിശ്വസിക്കുന്നു ആ മരുഭൂമിയിലെല്ലാം അവൾ സെർച്ച് ചെയ്ത് നടന്നു. എവിടെങ്കിലും ഒരു വെള്ളം കിട്ടുമോ, എവിടെങ്കിലും വെള്ളം കിട്ടുമോ, എവിടെങ്കിലും തന്റെ ദാഹം ഓർക്കാതെ, ചൂടോർക്കാതെ, മരുഭൂമിയിൽ കിട്ടാൻ സാധ്യതയില്ലെന്ന് അറിഞ്ഞിട്ട് പോലും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുള്ള ഒരു മാതാവിന്റെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കണം. നിങ്ങളൊരു മാതാവാണെങ്കിൽ ചെയ്യുമെങ്കിൽ ഹാഗാറും അത് ചെയ്തിട്ടുണ്ട്. അവൾക്ക് നടക്കാവുന്ന എല്ലാ ഇടങ്ങളിലും അവൾ ഉഴന്ന് നടന്ന് പരിശോധിച്ചു നോക്കി, എൻ്റെ കുഞ്ഞിന് വേണ്ടി എവിടെങ്കിലും ഒരു അല്പം വെള്ളമെങ്കിലും കിട്ടുമോ എന്ന്. അത് കിട്ടില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് അവൾ പോയി അവളൊരു അമ്പിൻപാടിനെ കുറുങ്കാട്ട് തണലിട്ടിട്ട് അവൾ പറഞ്ഞു, എനിക്ക് ഇനി കുഞ്ഞിന്റെ മരണം കാണേണ്ട. കാരണം ഇനിയും ഈ കുഞ്ഞിനെ ജീവൻ നിലനിർത്താനുള്ള ഒരു തുള്ളി വെള്ളം പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഒരു ദൂരത്ത് കൊണ്ടിട്ടിട്ട് അവൾ മാറിയിരുന്ന എൻ്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണേണ്ട. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അതിന്റെ 17-ാം വാക്യം തൊട്ട് വായിച്ചേ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്ക് എന്താ? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്തു നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. 19-ാം വാക്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൾ അവിടെ എല്ലാം അന്വേഷിച്ചു, ഒരു തുള്ളി വെള്ളം കണ്ടില്ല. പക്ഷേ ആമേൻ, ദൈവങ്ങളുടെ കണ്ണുകൾ തുറന്നു. അതോടൊപ്പം ഒരു നീരുറവയും തുറന്നു. സ്തോത്രം. ഇന്ന് പകലിൽ ദൈവം നിന്റെ കണ്ണ് തുറക്കുക. എന്താ നീ കാണുന്നറിയാമോ? നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നീരുറവ. സ്തോത്രം. ആമേൻ. നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നീരുറവ ഇന്ന് പകൽ നീ കാണണം വിശ്വാസത്താൽ. ദൈവത്തിന് സ്തോത്രം. ഇല്ല, ഇല്ല, നടക്കില്ല, ഇല്ല, 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 ഇല്ല എന്നുള്ള ശബ്ദം കേട്ട ദൈവത്തിലെ ഇന്ന് പകൽ നീ പറ, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇതേ മരുഭൂമിയിൽ ഞാൻ ഉഴന്നു നടന്ന സ്ഥലത്ത്, ഞാൻ പരിശോധിച്ച സ്ഥലത്ത്, ഒന്നുമില്ല എന്ന് ഞാൻ തന്നെ ഉറപ്പുവരുത്തിയ സ്ഥലത്ത്, അതേ സ്ഥലത്ത് തന്നെ എനിക്ക് വേണ്ടി ഒരു നീരുറവ് തുറക്കുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. നീ ഇല്ല എന്ന് നീ പോലും തീരുമാനിച്ചിടത്ത് ദൈവം നിനക്ക് വേണ്ടി നീരുറവ് തുറക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് ആമേൻ സ്തോത്രം, ഞങ്ങൾ ഹണിമൂണെല്ലാം പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങളൊരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. ആമേൻ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഡോക്ടർ പറയുന്നു, ഒരു തലമുറ ലഭിക്കുവാൻ നിങ്ങൾക്ക് സാധ്യതയില്ല. എൻ്റെ അറിവിലും ജ്ഞാനത്തിലും ഞാൻ എൻ്റെ പരിശോധനകളും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തു നോക്കാം, പക്ഷെ നിങ്ങൾക്കൊരു തലമുറ ലഭിക്കുവാൻ സാധ്യതയില്ല എന്നുള്ള ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ കേട്ടപ്പോൾ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം, മനസ്സ് തകർന്ന സമീപസ്ഥനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരമായി മാറി. ഞാനും എൻ്റെ പ്രാർത്ഥന അറിയാത്ത, വിശ്വാസത്തിൽ കടന്നു വരാത്ത, പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി സഞ്ചരിക്കുന്ന കാലയളവിൽ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാത്ത കാലയളവിൽ, എന്ത് ചെയ്യണം അറിയാതെ ഭാരപ്പെട്ട് നിലവിളിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് സാധ്യമല്ല, മെഡിക്കൽ സയൻസ് പറയുന്നത് സാധ്യമല്ല, ഒരു തലമുറ നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് ദൈവത്തിന് സ്തോത്രം. ആമേൻ. വിളിച്ചു പറയുമ്പോൾ ആമേൻ, എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, ഒരു സന്ധ്യ സമയം 6:30 മണിയായപ്പോൾ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. ഞാൻ മനസ്സോടെ തകർന്ന ഹൃദയത്തോടുകൂടെ ഞങ്ങൾ കരങ്ങളെ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമക്കളെ, നിങ്ങൾ കേൾക്കണം. ഒരു കുഞ്ഞ് കരയുന്നത് പോലെ എൻ്റെ ജീവിത പങ്കാളി എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് കരയുന്നത് പോലെ ഞാൻ കരയുവാൻ തുടങ്ങി. വെള്ളച്ചാട്ടം പോലെ കണ്ണീറിന്റെ കണ്ണിൽ ഒഴുകുവാൻ തുടങ്ങി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞാൻ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഭാര്യ ഞാൻ കരയുന്നത് കണ്ടാൽ നാണക്കേട് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൾ തുടയ്ക്കുവാൻ തുടങ്ങി. പക്ഷേ ഒരു വെള്ളച്ചാട്ടം പോലെ, പിടിച്ചു നിർത്തുവാൻ കഴിയാത്തത് പോലെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഞാനൊരു പാപിയെ പോലെ നിലവിളിച്ച്, കർത്താവേ, ഒരു തലമുറയെ കാണുവാൻ എനിക്ക് ഭാഗ്യമില്ലേ എന്ന് അകത്ത് നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ, സ്വർഗത്തെ ഭേദിച്ചുകൊണ്ട് ആകാശമണ്ഡലങ്ങളെ ഭേദിച്ചുകൊണ്ട് ഒരു വലിയ ശബ്ദം എന്റെ കാതിൽ ഞാൻ കേട്ടു. നിനക്കൊരു വാഗ്ദത്ത സന്തതി ഞാൻ തരുവാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു ഗിവ് യു എ പ്രോമിസ്ഡ് ചൈൽഡ്. ശബ്ദം കേട്ട നിമിഷം ഞാൻ എൻ്റെ ജീവിതം കണ്ട കൈക്ക് ഉറക്കെ പിടിച്ചിട്ട് പറഞ്ഞു, മതി, പ്രാർത്ഥിച്ചത് മതി.
പ്രാർത്ഥിച്ചത് മതി. ആമേ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ആമേ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്നോട് ചോദിച്ചു, എന്ത് പറ്റി? ഞാനൊരു ശബ്ദം കേട്ടിരിക്കുന്നു, നിനക്കൊരു വാഗ്ദത്ത സന്തതിയെ നൽകി തരുമെന്ന്. പ്രിയ മക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ രാത്രിയിൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ആമേ, ഞാനൊരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, അത് സക്സസ് ആയിട്ടില്ല, നാളെ മുതൽ പുതിയൊരു ട്രീറ്റ്മെന്റ് തുടങ്ങുവാൻ പോകുന്നു, അതുകൊണ്ട് രാവിലെ തന്നെ ഇവിടെ എത്തണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. സ്തോത്രം. ആമേ, കഴിഞ്ഞ ട്രീറ്റ്മെന്റ് സക്സസ് ആയില്ലെന്ന് ഡോക്ടറുടെ വാമൊഴിയാൽ പറയുമ്പോൾ, ആമേ, രാവിലെ 6 മണിക്ക് ഞാനും എന്റെ ജീവിത പങ്കാളിയുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, ആമേ, സ്കാനിങ്ങിനായി കയറ്റിയപ്പോൾ അവിടെ ഇരിക്കുന്ന ഡോക്ടർ, ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി എന്നോട് വിളിച്ചു പറഞ്ഞു, ആമേ, നിന്റെ ഉദരത്തിൽ ഒരു തലമുറ ഇതാ നൽകപ്പെട്ടിരിക്കുന്നു. 6:30 മണിക്ക് ശബ്ദം കേൾപ്പിച്ച ദൈവം അപ്പോൾ തന്നെ ഉയരത്തിൽ നിന്ന്, ആമേ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി. ആമേൻ, എന്റെ ജീവിത പങ്കാളി ഉദരത്തിൽ ഒരു തലമുറ തരുവാൻ കഴിവുള്ള ദൈവം ഇന്ന് പകലും ജീവിക്കുന്നു. ആമേൻ, അവന് അസാധ്യമായി ഒന്നുമില്ല. ദൈവമക്കളെ, ആമേ, ഈ ലോകമില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ദൈവം പറഞ്ഞില്ല, ഞാൻ സകലത്തെ ഭേദിച്ചുകൊണ്ട്, ആമേ, മെഡിക്കൽ സയൻസിനെ ഭേദിച്ചുകൊണ്ട്, ആമേ, സകല നിയമങ്ങളെ ഭേദിച്ചുകൊണ്ട് എന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലമുറ ദാനമായി നൽകി തരുവാൻ എന്റെ ദൈവത്തിന് മനസ്സരിവ് തോന്നി. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണീര് തോന്നാലും ഒപ്പിയെടുത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ നീ കരയരുത്, നിലവിളിക്കരുത്. നിന്നെ വിടുവിക്കുന്നവൻ നിന്റെ സമീപസ്ഥയുണ്ട്. അവൻ നിന്നെ തള്ളിക്കളയില്ല. അവൻ നിന്നെ ഒരു നാളും തള്ളിക്കളയില്ല. അവനിതാ ഇറങ്ങി വരികയാണ് നിനക്ക് വേണ്ടി. അവനിതാ ഇറങ്ങി വരികയാണ് നിനക്ക് വേണ്ടി. ആമേൻ. സ്തോത്രം. ആരെല്ലാം ഇല്ലെന്ന് പറഞ്ഞാൽ അതേ മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ഒരു നീറവ തുറക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നടത്തുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വചനം പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുണ്ട്. നീ അത് കാണാൻ പോകുക. നീരുറവയല്ല ദൈവം ആദ്യം തുറന്നത്. ദൈവം ആദ്യം തുറന്നത് അവൻ ഹാഗാറിന്റെ കണ്ണ. പ്രൈസ് ദി ലോർഡ്. അവളെ ദൈവം ആദ്യം തുറന്നത് ഹാഗാറിന്റെ കണ്ണ. ആമേൻ. നിന്റെ കണ്ണിന്ന് പകൽക്കാലം തുറക്കുവാൻ പോകുക. നീ കാണേണ്ടത് കാണുവാൻ, നീ കേൾക്കേണ്ടത് കേൾക്കുവാൻ, നീ അറിയേണ്ടത് അറിയുവാൻ ഇന്ന് പകൽ നിന്റെ എല്ലാ അവയവങ്ങളും ദൈവം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ നിനക്ക് വേണ്ടി കരുതിയ കരുതലിന്റെ വിധം ഇതേ ദേശത്ത്, ഇതേ ഇടത്ത്, ഇതേ മരുഭൂമിയിൽ നീ തപ്പിയില്ലെന്ന് പറഞ്ഞ ഇടത്ത്, അതേ സ്ഥലത്ത് നിനക്ക് വേണ്ടി തുറന്നു വെച്ച ആ നീരുറവൻ നീ തന്നെ കാണുവാൻ പോവുകയാണ്. ഒന്നാമത്തെ പ്രോമിസ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ഇല്ലാത്തതിനെ ഇല്ലെന്ന് എവിടെ പറഞ്ഞുവോ, നടക്കില്ലെന്ന് എവിടെ പറഞ്ഞുവോ, സംഭവിക്കില്ലെന്ന് എവിടെ പറഞ്ഞുവോ, അതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് ദൈവം പറയുന്ന വാഗ്ദത്തം സാംസ് 37:19, 37:19, സങ്കീർത്തനം 37:19. ദുഷ്ടകാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ പ്രോമിസ്, രണ്ട് കാലത്തെ കുറിച്ചാണ് പറയുന്നത്. നിർവഹിച്ച്, ദുഷ്ടകാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല. ഒന്ന് ദുഷ്ടകാലം, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. രണ്ടാമത്തെ പ്രോമിസ്, ഏത് കാലത്തും ഈ ദൈവം നിന്നെ പോറ്റും. ഒന്നാമത്തെ പ്രോമിസ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഒരു ജീവിതത്തിൽ വരുത്താൻ പോവുക. രണ്ടാമത്തത്, എനി സിറ്റുവേഷൻസ് ഇൻ യുവർ ലൈഫ് ഗോഡ് വിൽ ഫുൾഫിൽ ഹിസ് പ്രോമിസ്. ഏത് ദുഷ്കാലമാകട്ടെ, ക്ഷാമകാലമാകട്ടെ, ദൈവം നിന്നെ പോറ്റി പുലർത്താൻ പോവുക. അത് എന്നോട് നിന്നുള്ള വാഗ്ദത്തമാണ്. നീ ആ വിഷയങ്ങളെല്ലാം പിതാവിന്റെ കരങ്ങളിൽ കൊടുത്തേ. ദുഷ്കാലമാകട്ടെ, ക്ഷാമകാലമാകട്ടെ, ദൈവം നിന്നെ പോറ്റുവാൻ പോകുക. ഒന്നാമത്തെ അവസ്ഥ നിന്റെ ശൂന്യതയാണെങ്കിൽ, രണ്ടാമത്തെ അവസ്ഥ നിന്റെ സാഹചര്യമാണ്, സിറ്റുവേഷൻസ്. ഗോഡ് ഈസ് ഓൾവേസ് സെയിം
ഇൻ ഓൾ ദ സിറ്റുവേഷൻസ് ഓഫ് യുവർ ലൈഫ്. ഏത് കാലത്തൂടെ നീ കടന്നു പോയാലും ദൈവം നിന്നെ പോറ്റും. ഇത് മഹാമാരിയുടെ കാലമെന്ന് പറയുന്നു. ദൈവം നിന്നെ നടത്തും. ദൈവം നിന്നെ സൗഖ്യത്തോടെ സൂക്ഷിക്കും. ഏത് കാലമാകട്ടെ ദൈവം നിന്നെ പോറ്റുമെന്ന് ഇന്ന് പകൽക്കാലം കണ്ണുനീരിൽ കുതിർന്ന ഈ പകൽക്കാലം ദൈവാത്മാവ് നിന്നോട് വാഗ്ദത്തം പറയുകയാണ്. സ്തോത്രം. ഉൽപ്പത്തി 26:1-3 ജനസിസ് 26:1-3 എന്ന് വായിച്ചേ. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ യിസ്ഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ക്ഷാമകാലത്ത് യിസ്ഹാക്ക് മിസ്രയീമിലേക്ക് പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ പോകരുത്. ക്ഷാമകാലത്ത് നിന്നെ പോറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. നീ മാത്രമല്ല, നിന്റെ പിതാക്കന്മാരും സേവിച്ചത് അതേ ദൈവത്തെയാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ പറയുന്നു, ക്ഷാമകാലത്ത് നീ പുറപ്പെട്ടു വന്ന മിസ്രയീമിലേക്ക് നീ മടങ്ങി പോകരുത്. മിസ്രയീമിൽ നീ ആശ്രയിക്കരുത്. നിന്നെ ഇവിടെ മാനിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ഞാൻ കുവൈറ്റിൽ വന്നപ്പോൾ ഒത്തിരി ഓഫറുകൾ എനിക്ക് അടുത്ത രാജ്യത്തിലേക്ക് വന്നു. കർത്താവ് ഒരേ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, കുവൈറ്റിൽ നിന്നെ അനുഗ്രഹിക്കാൻ കഴിയാത്തൊരു ദൈവത്തെയാണോ നീ സേവിക്കുന്നതെന്ന്? കുവൈറ്റിൽ ബലം കുറഞ്ഞൊരു ദൈവത്തെയാണോ നീ സേവിക്കുന്നതെന്ന്? കുവൈറ്റ് ഒരു ക്രിയയും ചെയ്യാൻ കഴിയാത്ത ദൈവത്തെയാണോ നീ സേവിക്കുന്നതെന്ന്? ഞാൻ പറഞ്ഞില്ല കർത്താവേ, ഞാൻ സേവിക്കുന്നത് ഏതിടങ്ങളിലും, കടലിനടിയിലും ആകാശത്തും എവിടെയും എങ്ങനെയും കടന്നു എന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ തീരുമാനമെടുത്തു, എന്തു വിഷയമുണ്ടെങ്കിലും ഇവിടെ മരിച്ചു വീണാലും ഞാൻ കുവൈറ്റ് വിട്ടു പോകുകയില്ല. കഷ്ടത്തിന് തീച്ചൂടെ നടുവിലാണ് ഈ ചോദ്യം. അനേക ഓഫറുകൾ പുറത്തുനിന്ന് വരുമ്പോൾ അവിടെ എല്ലാം ഞാൻ റിജക്ട് ചെയ്തപ്പോൾ എന്നെ സ്നേഹിച്ചവരും എന്നെ എൻ്റെ നന്മ കാണാൻ ആഗ്രഹിച്ചവരൊക്കെയും എനിക്കെതിരെ സംസാരിച്ചു. നിനക്ക് ഭ്രാന്താണ്, നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്, നീ മറ്റു രാജ്യങ്ങളിലേക്ക് മറ്റിടങ്ങളിലേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് നിന്നെ ഇവിടെയാണ് ആവശ്യം, ഇവിടെ ഞാൻ നിന്നെ മാനിക്കും, ഇവിടെ മാനിച്ചിട്ടേ ഞാൻ നിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് വിടുകയുള്ളെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കൃപയാൽ ഇവിടെ നിന്നു, ഇന്നും കൃപയാൽ ഇവിടെ നിൽക്കുന്നു. ദൈവം എപ്പോൾ പറയുന്നു അപ്പോൾ ഇവിടുന്ന് പോകുവാൻ തയ്യാറായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യിസ്ഹാക്ക് പോകുകയാണ് മിസ്രയീമിലേക്ക്. ദൈവത്തിന്റെ വചനം കേട്ടു, അവനത് അനുസരിച്ചു. യെസ് ലോർഡ്, ഐ വിൽ ഒബേ യുവർ കമാൻഡ്മെന്റ്. ക്ഷാമകാലത്തും പ്രതികൂലത്തിന് നടുവിലും ഓടിപ്പോകുന്നവനല്ല ദൈവമക്കൾ. ഈ ദേശത്ത് വെച്ച് നിന്നെ വിളിച്ചെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ദൈവം നിന്നെ മാനിച്ചിട്ടേ വിടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 26-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിച്ചു. 12-13. യിസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. വർദ്ധിച്ച് മഹാധനവാനായി തീർന്ന അറിയോ? യിസ്ഹാക്ക് അത് അനുസരിച്ചു, അതിനൊത്തവണ്ണം പ്രവർത്തിച്ചു. യിസ്ഹാക്ക് അത് അനുസരിച്ചു. യിസ്ഹാക്ക് അനുസരിച്ച് വീട്ടിലിരിക്കലായിരുന്നു. യിസ്ഹാക്ക് എന്ത് ചെയ്തു? വിതച്ചു. അല്ലേ? വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്തു. 100 മേനി വിളവ് കിട്ടി. അപ്പോൾ ദൈവവചനം അനുസരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. സ്തോത്രം. ക്ഷാമകാലത്ത്, എല്ലാം പ്രതികൂലമാകുന്ന കാലത്ത്, ജോലികൾ നഷ്ടപ്പെടുന്ന ഈ കാലത്ത്, സമൃദ്ധി ഇല്ലാത്ത ഈ കാലത്ത് ക്ഷേമത്തോടെ നടത്തുവാൻ കഴിവുള്ളൊരു ദൈവം. സ്തോത്രം. മറ്റു കൂടാരം തേടി നീ പോകരുത്. നിന്നെ ദൈവം കണ്ടത് ഈ മരുഭൂമിയിൽ വെച്ച് ദൈവം നിന്നെ മാനിക്കും. സ്തോത്രം. ഇവിടെ നിന്നെ മാനിക്കാൻ കഴിയാത്തൊരു ദൈവത്തെയാണോ നീ സേവിക്കുന്നതെന്ന് നീ തന്നെ ചോദിച്ചിട്ട് നീ തന്നെ ഉത്തരം എഴുതണം ഇന്ന് പകൽക്കാലം. ഇവിടെ നിന്നെ മാനിക്കും ദൈവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ക്ഷാമകാലത്ത് യിസ്ഹാക്കിനെ മാനിച്ചുവെങ്കിൽ 1 രാജാക്കന്മാർ 1 Kings chapter 17 1-4 വായിച്ചു. 1 Kings chapter 17 1-4.
എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാൻ അരികെ കിഴക്കുള്ള കിരീത്ത തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്നും നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദുഷ്കാലം ഇനിയും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. എല്ലാ ഉയരത്തിൽ നിന്നുള്ള നന്മകൾ അവസാനിച്ചിരിക്കുന്ന സമയം, ദുഷ്കാലത്ത് വലിയൊരു കഷ്ടതയുടെ വർഷങ്ങൾ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ സേവിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം കണ്ടു നോക്കിക്കേ. നീ ഞാൻ പറയുന്ന ഇടത്ത്, ഞാൻ പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന ഏരിയയിൽ അവിടെ ഇരിക്കണം. അവിടെ നിനക്ക് വേണ്ടി ഭക്ഷണം തരാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നീ പോയി എവിടെങ്കിലും പോയിരുന്നാൽ കാക്ക വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകത്തുള്ളൂ, നിനക്ക് ഭക്ഷണം കിട്ടുകയില്ല. അതുകൊണ്ട് അനുസരണത്തിന്റെ ആഴം വചനം വീണ്ടും പഠിപ്പിക്കുന്നു. ദൈവം നിന്നോട് പറഞ്ഞ ഇടത്ത്, പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതുപോലെ ഇരിക്കുമെങ്കിൽ മാത്രമേ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയാകുകയുള്ളൂ. സ്തോത്രം. 5-ാം വാക്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് വായിച്ചു നോക്കി. 5-ാം വാക്യം, അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. സ്തോത്രം. നമ്മുടെ പ്രശ്നം എവിടെയാണ്? യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്യുകയില്ല. സ്തോത്രം. അടുത്ത വാക്യം, അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കിരീത്ത തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ലാവിഷ് ഫുഡ് എപ്പോഴാണെന്നറിയോ? അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തപ്പോൾ. ദുഷ്കാലത്തും ക്ഷേമമായി പോറ്റിയൊരു ദൈവം. ദൈവമക്കളെ, ഈ ദേശത്ത് വന്ന സമയം, എൻ്റെ കുഞ്ഞിന് 3.5 വയസ്സ് പ്രായമുള്ള സമയം, ഒരു ഗ്ലാസ് പാല് വാങ്ങിക്കുവാൻ പണമില്ലാതെ, ഒരു ബിസ്ക്കറ്റ് വാങ്ങുവാൻ പണമില്ലാതെ, അന്ന് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിപ്സ്, അതുപോലും വാങ്ങുവാൻ പണമില്ലാതെ, ഏറ്റവും ചെറിയ കാര്യങ്ങളെ പറയുന്നു. ഇവിടെ 50 ഫിൽസിനിട്ടത് കാര്യം പറയുന്നു. ഞാൻ എൻ്റെ ഭവനത്തിൽ നിങ്ങളെ കുടുംബമായി നിലവിളിച്ച സമയങ്ങളുണ്ട്. ഒരു സർഗമനോട് പറഞ്ഞു, കുഞ്ഞിന് കൊടുക്കാൻ പാലില്ല. ഒരു അപ്പൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. അവന് പൊറോട്ട ഇറച്ചിയും ബിരിയാണിയൊന്നുമല്ല. ഒരു ഗ്ലാസ് 3.5 വയസ്സുള്ള കുഞ്ഞിന് ഒരു ഗ്ലാസ് പാല് കൊടുക്കുവാൻ പണമില്ല. ഞാൻ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇത് കേട്ട് ഞാൻ ഭാരപ്പെട്ട് ഞാൻ മടങ്ങി പ്രാർത്ഥിക്കുന്നതിൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ട് അവിടെ വന്നിരുന്നു. അഭിത്തിരോട് തലയാഴ്ച വെച്ച് മുകളിലേക്ക് നോക്കി ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ല. നിങ്ങൾ പറയുന്ന പോലെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകുവാൻ തുടങ്ങി. കർത്താവ്, എത്ര നാൾ ഈ കഷ്ടത ഈ ദേശത്ത് അനുഭവിക്കും? വിദ്യാഭ്യാസം കുറവായിട്ടല്ല, ലാംഗ്വേജ് അറിയാൻ മേലായിട്ടല്ല, 2 പേർക്ക് ഉന്നത വിദ്യാഭ്യാസം അങ്ങ് നൽകി തന്നു. പക്ഷേ ഈ തീച്ചൂട് നടുവിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ദാനമായി തന്നൊരു വാഗ്ദത്ത സന്തതിക്ക് ഒരു ഗ്ലാസ് പാല് വാങ്ങിക്കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യം. കർത്താവ്, ഒരു പിതാവിന് വരുന്ന വേദനയുടെ അനുഭവങ്ങളുടെ കണ്ണുനീര് ഒഴുകുവാൻ തുടങ്ങി. ധാരധാരയെ ഒഴുകാൻ തുടങ്ങി. കർത്താപ്പ, ഒരു ഗ്ലാസ് പാല് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല കർത്താവ് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വൈകുന്നേരം 5 മണിയായപ്പോൾ ഒരു കോളിംഗ് ബെല്ല്. ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്ന ഒരു കുടുംബത്തിൽ അദ്ദേഹം ഒരു പെയിന്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ പെയിന്റ് മിക്സിങ്ങിലായതുകൊണ്ട് അവർക്ക് എല്ലാ മാസവും 12 ലിറ്റർ പാല് ഫ്രീ കൊടുക്കും. അവർ കുടിച്ചേ മതിയാകും. കാരണം ഈ കെമിക്കൽസിൻ്റെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കും. അന്ന് അദ്ദേഹത്തിന് ആ 12 ലിറ്റർ പാല് കിട്ടിയ ദിവസമാണ്. വൈകുന്നേരം ഡ്യൂട്ടി വന്നപ്പോൾ വൈഫിനോട് പറഞ്ഞു, ഈ 4 കവർ കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു. 5 മണിക്ക് വാതിൽ തുറക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലിന് വേണ്ടി ഞാൻ കരഞ്ഞെങ്കിൽ 4 ലിറ്റർ ഫ്രഷ് മിൽക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചെന്ന ദൈവത്തെയാണ് ഞാൻ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസമല്ല, അടുത്ത ആഴ്ചയിലല്ല, അന്ന് വൈകുന്നേരം പറയുവാൻ അനവധി സാക്ഷ്യങ്ങളുണ്ട്. ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളുണ്ട്. കാലത്തും വൈകിട്ടും കാക്ക അയച്ച് ഞങ്ങളെ പോറ്റിയ അനുഭവങ്ങളുണ്ട്. ഒരു ആഹാരം കഴിക്കാൻ കഴിയാത്ത സാഹചര്യം, അരച്ച കരി മാത്രവും നാട്ടിൽ കൊണ്ടുവന്ന മുളക് പൊടി മല്ലിപ്പൊടി മാത്രമായി വീട്ടിലിരിക്കുമ്പോൾ, അവനൊരു പച്ചക്കറി പോലും വാങ്ങുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് പകൽ നമ്മോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സഹോദരൻ അലക്സാണ്ടർ ബ്രദർ, ഞാനിപ്പോൾ ഓർക്കുന്നു, കരിയും എത്ര തരം മീനാണെന്ന് എനിക്കറിയത്തില്ല,
ഞങ്ങൾ എണ്ണിയില്ല. ചിക്കനും ബീഫും പച്ചക്കറിയും ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ തരിക. ഞങ്ങളുടെ കണ്ണുനീര് കാണുന്നൊരു ദൈവം, ഞങ്ങളെ നടത്തിയൊരു ദൈവം. സ്തോത്രത്തോടെ ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് അത് കയറ്റി വെക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രിഡ്ജ് അടയുന്നില്ല. കാരണം അത്രത്തോളം സാധനം ആ സഹോദരൻ വാങ്ങിക്കൊണ്ടു തന്നു. ഇത്രയും മീനും ഇത്രയും കോഴിയും ബീഫും വെച്ചിട്ട് ഫ്രീസർ അടയുന്നില്ല, ഫ്രിഡ്ജ് അടയുന്നില്ല. ഒരു പൈസ പോലും നിന്റെ പോക്കറ്റില്ലാതിരിക്കുമ്പോൾ നിന്റെ അറകളിലും അറപ്പുരകളിലും സമൃദ്ധി വരുത്തുന്ന ഒരു ദൈവത്തിന് സ്തോത്രം. പെറുപിറുത്തില്ല, കുറ്റം പറഞ്ഞില്ല. ഇതെല്ലാം കഷ്ടതയുടെ ശോധനകളാണെന്ന് ഓർത്തുകൊണ്ട് പിതാവിനോട് പറ്റി ചേർന്നിരിക്കുവാൻ ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം ജീവിതാനുഭവങ്ങളാണ് ദൈവമക്കളെ. നിങ്ങൾ മറക്കരുത്, നിങ്ങൾ അന്നന്ന് നടത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. അന്ന് നിങ്ങളുടെ ആവശ്യങ്ങളാണ് ദൈവത്തെയാണ് സേവിക്കുന്നത്. നിങ്ങൾ ഹൃദയം ഒന്ന് നുറുങ്ങിയാലുണ്ടല്ലോ, അവൻ ആളയച്ച് നിങ്ങളെ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനേക സഹോദരങ്ങൾ 10 കേടി 20 കേടി ഞങ്ങൾ അതുപോലെ പ്രശ്നങ്ങൾ നിൽക്കണം. ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതാത് സമയങ്ങളിൽ ആഹാരമായി പണമായി ഞങ്ങളുടെ കരങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന, ഞങ്ങളെ നടത്തുന്ന, ആമേ ഒന്നുമില്ലെങ്കിലും ഞങ്ങളെ നടത്തുന്ന ഒരു ദൈവത്തെ അനുദിനം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അന്നെല്ലാം ഞങ്ങൾ സുശേഷ വരെ കടന്നു പോകുന്നവരാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ. എങ്കിലും കഷ്ടതീച്ചൂടെ ഞങ്ങളെ കടത്തിവിട്ട ദൈവത്തിന് ഇന്ന് പകൽക്കാല കുടുംബമായി ഞങ്ങൾ മഹത്വം കരയറ്റുകയാണ്. സ്തോത്രം. ഞങ്ങളെ വേദനിപ്പിച്ച ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളെ തീച്ചൂടനെ കടത്തിവിട്ട ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയായി തീർന്നു. നിങ്ങളെല്ലാം സ്നേഹിപ്പാൻ ഒരു വലിയ ഊർജമായി ഇന്ന് ഞങ്ങളെ നിർത്തുന്നത് അന്ന് കടന്നുപോയ ശോധനകളും വേദനകളുമാണെന്ന് ഇന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയുന്നു. നിങ്ങളുടെ കണ്ണുകൾ നിറയുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറയുന്നെങ്കിൽ, നിങ്ങൾ വേദനിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ വേദനിക്കുന്നുവെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളും ദൈവം തന്ന കഷ്ടതകളുമാണെന്ന് ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം മുഴുവൻ മഹത്വം ഞങ്ങളുടെ പിതാവിന് അർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അന്ന് നടത്തിയ ക്ഷാമകാലത്തും ദുഷ്കാലത്തും ക്ഷാമകാലത്തും ഏത് സാഹചര്യത്തിലും ദൈവം നിങ്ങളെ പോറ്റും. സ്തോത്രം. മൂന്നാമത് സങ്കീർത്തനം, സാംസ് 39:13, സങ്കീർത്തനം 39:13. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്നും മാറ്റണമേ. ദൈവം അനവധി കഷ്ടങ്ങളിലൂടെ നമ്മളെ കടത്തിവിടും. സ്തോത്രം. എന്തിനാ കടത്തിവിടുന്നത്? നമ്മളെ ഒരുക്കുവാൻ, മെരുക്കുവാൻ. ദൈവത്തിന് മനസ്സുള്ളത്, ഈ ക്രിസ്തുവിന്റെ ഹൃദയമുള്ളൊരു ദൈവത്തിനായി മാറുവാൻ അനേക കഷ്ടങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടും. ശോധനയുടെ കടത്തിവിടും. ഒരുത്തിനെ കൊണ്ട് സഹായിക്കാൻ ദൈവം അനുവദിക്കില്ല. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തിവിടും. ഇപ്പോൾ നമ്മൾ പറയുന്ന വാക്ക് കേട്ടോ സങ്കീർത്തനക്കാരൻ, ഞാൻ ഇല്ലാതെയാകുന്നതിന് മുമ്പ് കർത്താവേ നിന്റെ ട്രെയിനിങ് ഒന്ന് അവസാനിപ്പിച്ച് എന്നെ ഒന്ന് പുറത്തെടുക്കണമേ എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ ഓർപ്പിച്ചു, മരിക്കണമെന്നുള്ള ആഗ്രഹം മതി. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ കർത്താവേ, ഇനി ഞങ്ങളുടെ മുമ്പിൽ മരണമേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞ സാഹചര്യം, ആമേൻ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലുള്ളതായെങ്കിൽ മൂന്നാമത്തെ പ്രോമിസ് പറയുന്നു, നീ ഏത് പ്രതികൂലത്തിന്റെ ആഴത്തിൽ കിടന്നാലും നീ നിന്റെ കുടുംബവും പൂർണ്ണമായി നശിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോവുകയില്ല. അതിനു മുമ്പ് ദൈവം നിന്നെ വെടിവെച്ചിരിക്കും. വെള്ളത്തിൽ നീ വീണാൽ ഈ മൂക്കിന്റെ അറ്റം വരെ മുങ്ങുവാൻ ദൈവം മിണ്ടാതിരിക്കും. പക്ഷേ നിന്റെ ജീവൻ പോകുന്ന, ഈ മൂക്കിന് മുകളിൽ വെള്ളം കയറുന്ന കാണുന്ന നിമിഷം അവൻ നിന്നെ കരങ്ങളിൽ വഹിച്ച് നിന്റെ കുടുംബത്തെ അവൻ പുറത്തെടുക്കും. ദൈവത്തിന് സ്തോത്രം. മരിക്കുവാൻ വിടുവാൻ ദൈവത്തിന് മനസ്സില്ല. ആമേൻ. നീ അനേകർക്ക് ജീവൻ കൊടുക്കേണ്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രതികൂലത്തിനും പൂർണ്ണമായ നിന്നെ നശിപ്പിക്കുവാൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല. ഒന്നാമത്തത് നിന്റെ ശൂന്യതയായിരുന്നെങ്കിൽ, രണ്ടാമത്തതിന്റെ സാഹചര്യമാണെങ്കിൽ, മൂന്നാമത്തത് യാഥാർത്ഥ്യമാണ്. നീ
ജീവിതത്തിൽ ഫേസ് ചെയ്ത റിയാലിറ്റിയാണ്. കാരണം ഇന്നത്തെ നീ നേരിടുന്ന പ്രശ്നത്തിന് നടുവിൽ മരണമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് നീ ഉറക്കെ നിലവിളിച്ച് പറയുന്നത് നിന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണെന്ന് ദൈവത്തിന് അറിയാം. പക്ഷേ ആ യാഥാർത്ഥ്യമല്ല നിന്നിൽ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. മരണത്തിന്റെ ദൂതൻ വാഴുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ജീവന്റെ ദൂതുള്ളവനായി മാറുവാൻ വേണ്ടിയാണ് ദൈവം നിന്നെ നിന്റെ കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 1 രാജാക്കന്മാർ തന്നെ 17-8-9 വാക്യങ്ങളൊന്ന് വായിച്ച് വേഗത്തിൽ നിന്ന് വായിച്ച് സഹായിച്ചത്. 1 Kings chapter 17, 8 and 9. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരെഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരെഫാത്തിന് പോയി. 8-9 കഴിഞ്ഞോ? അതിന് 12-ാം വാക്യം. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഈ പ്രവാചകൻ അവിടെ ചെല്ലുന്നു. സാരെഫാത്തിലെ ദൈവം പറഞ്ഞ പോലെ അവിടെ ചെല്ലുന്നു. അവൾ പറഞ്ഞു, എനിക്ക് വെള്ളം വേണമെന്ന് പറയുന്നു, ഒരു അപ്പം കൂടെ കൊണ്ടുവരുന്നത് പറയുന്നു. അപ്പൊ ഈ സഹോദരി പറയുകയാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, ഒരു പിടി മാവും അല്പം എണ്ണ അല്ലാതെ ഒന്നുമില്ല. ഇത് കഴിച്ചിട്ട് ഇനി ഞങ്ങളുടെ മുമ്പിലുള്ള ഏക മാർഗം ഞാനും എൻ്റെ കുഞ്ഞും മരിക്കുക എന്നുള്ളതാണ്. റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. അവൾ പറഞ്ഞ സത്യമാണ്. വേറെ ഒരു മാർഗമുള്ള മുമ്പിലില്ല. പ്രൈസ് ഗോഡ്. ദുഷ്കാലത്ത് ജീവിക്കുന്ന ഒരു ദൈവദാസൻ, ദുഷ്കാലത്ത് ജീവിക്കുന്ന ഒരു വിധവയായ സഹോദരി, തന്റെ കുഞ്ഞും. കാക്കയാൽ പോറ്റുവാൻ ഭാഗ്യം ലഭിച്ച ദൈവദാസൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾ പറയുന്നത്, എൻ്റെ മുമ്പിൽ ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല. സ്തോത്രം. അതിന്റെ 15-16 വാക്യങ്ങൾ വായിച്ചു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി, സമയം കുറവുണ്ടേ വായിക്കാത്തത്. അവൾ പറഞ്ഞു, നീ ആദ്യം എനിക്ക് കൊണ്ടുപോവാ, നീ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നീ അങ്ങനെ വലിയ വാഗ്ദത്തങ്ങൾ അദ്ദേഹം പറയുന്നു. അവൾ പറഞ്ഞതുപോലെ, ഏലിയാവ് പറഞ്ഞതുപോലെ അവൾ ചെയ്തു. മരണം മാത്രം മുമ്പിൽ നിൽക്കുക, പക്ഷെ ദൈവദാസൻ പറഞ്ഞതുപോലെ അവൾ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു നേരത്തെ ഫുഡാണ് ഈ ദേവദാസന്റെ വാഗ്ദത്തങ്ങളൂടെ ലഭിച്ചിരുന്നെങ്കിൽ അടുത്തൊരു ഫുഡൂടെ കഴിയുമ്പോൾ അവർ പിന്നെയും മരിക്കും. ആമേൻ. അവൾ ജീവിതകാലം മുഴുവൻ ചെയ്തു, ഏറി നാൾ അഹോവൃത്തി കഴിച്ചു. ആ മാവും എണ്ണയും നിന്നുപോയില്ല എന്ന് പറഞ്ഞാൽ, എപ്പോൾ മാവും എണ്ണ നിൽക്കുന്നു അപ്പോൾ മരണമാണ്. എന്നാൽ മാവും എണ്ണ നിൽക്കാത്തതുകൊണ്ട് ആമേൻ മരണം മാറി ആ ഭവനത്തിൽ ജീവൻ വ്യാപരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്നാൽ ഈ കുടുംബത്തിൽ മരണം മാറിയത് ആര് കണ്ടു? പ്രവാചകൻ കണ്ടു, ശക്തനായ ദേവദാസൻ കണ്ടു. പക്ഷെ 19-ാം അധ്യായം ചാപ്റ്റർ 19:4 വരുമ്പോൾ ഒന്ന് വായിച്ചേ. 19:4. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് ഏലിയാവ് പറഞ്ഞു. തന്റെ സുവിശേഷ വേലയിലൂടെ അനേകരുടെ മരണം മാറുന്നത് കണ്ട പ്രവാചകൻ ദൈവദാസൻ ഇപ്പോൾ പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. സ്തോത്രം. കടഭാരങ്ങളുടെ നടുവിൽ ഒരിക്കൽ ഞാനും തീരുമാനമെടുത്തു. പ്രഭാതം ഉണരുമ്പോൾ 3.5 വയസ്സുള്ള എൻ്റെ കുഞ്ഞിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നു. എൻ്റെ ജീവിത പങ്കാളി അകത്ത് ചായ ഇടുന്നു. ഏകദേശം 5 ആളുകൾ അന്ന് എന്നോട് പണം ചോദിക്കാൻ വരും. ഞാൻ കടം വാങ്ങിയ ആളുകൾ. 5 ഫിൽസ് എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ മാതാപിതാക്കളെ ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഇന്ന് വരെ ആരുടെയും കടം വാങ്ങി ഞങ്ങൾ കൊടുക്കാതിരുന്നിട്ടില്ല. പക്ഷേ എൻ്റെ കയ്യിലില്ല, ഇവരെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. ഇന്ന് എൻ്റെ അവസാന ദിനം. എൻ്റെ ഭാര്യയ്ക്ക് വിഷം കൊടുക്കുവാനോ എൻ്റെ കുഞ്ഞിന് വിഷം കൊടുക്കുവാനോ എൻ്റെ ജീവിതം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി ഐസ്ക്രീം വാങ്ങി അതിൽ വിഷം കലർത്തി അവരറിയാതെ അവർക്ക് കൊടുക്കുവാനും അതോടൊപ്പം ഒരുമിച്ചിരുന്ന് കഴിച്ച് മരിക്കുവാനും ഞാൻ തീരുമാനമെടുത്തു. മരണത്തെ ഞാൻ വെൽക്കം ചെയ്തു. മരണത്തെ ഞാൻ വെൽക്കം ചെയ്ത നിമിഷം
മരണത്തിന്റെ ശക്തി എൻ്റെ ശരീരത്തിൽ കയറി പിടിച്ചു. എൻ്റെ ശരീരം വിറയ്ക്കുവാൻ തുടങ്ങി. എൻ്റെ ശരീരം മരണത്തിന്റെ ശക്തിക്ക് കീഴടങ്ങുവാൻ തുടങ്ങി. നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ, ആത്മഹത്യ എന്തുകൊണ്ട് ഇവൻ ചിന്തിക്കുന്നില്ലെന്ന്. അവൻ തീരുമാനമെടുക്കുമ്പോൾ മരണത്തിന്റെ ശക്തി അവനെ കീഴടക്കും. പിന്നീട് ഒരു പോസിറ്റീവ് തോട്ടും അവൻ്റെ ഉള്ളത്തിൽ കടന്നു വരികയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കൈകൾ വിറയ്ക്കുവാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഒറ്റ ലക്ഷ്യം മാത്രം. പ്രഭാതം 6:45 ഞാൻ ഈ തീരുമാനമെടുക്കുന്നത്. എഴുന്നേൽക്കുക, വേഗത്തിൽ ഓടിച്ചെന്ന് ഇവരറിയാതെ വിഷം വാങ്ങുക, ഐസ്ക്രീം വാങ്ങുക, കലക്കുക, കുടിക്കുക. ഇതിനുള്ള വലിയ വെപ്രാളം ഉയരാൻ തുടങ്ങി. ഇതെൻ്റെ കുഞ്ഞറിയുന്നില്ല, എൻ്റെ ജീവിത പങ്കാളി അറിയുന്നില്ല. എൻ്റെ കൈകൾ വിറയ്ക്കുവാൻ തുടങ്ങി. ഞാൻ നിലവിളിക്കുവാൻ തുടങ്ങി, കർത്താവേ എനിക്ക് മരിക്കണം. ഞാൻ അവിടെ കിടക്കയിൽ കിടന്ന് നിലവിളിക്കുന്ന സമയം, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത സമയം, എൻ്റെ തലവേദന ഇങ്ങനെ ആഴത്തിൽ വന്ന സമയം, ഞാൻ എൻ്റെ കൈകൾ ഇങ്ങനെ മുടികളോട് ഇങ്ങനെ ഇറക്കുന്ന സമയം, ദൈവത്തിന് മനസ്സിലായി ഇവൻ പറയുന്ന യാഥാർത്ഥ്യമാണ്. മരിക്കുവാൻ ഇവൻ യോഗ്യനാണ്, പക്ഷേ ഇവൻ മരിക്കുവാനുള്ളവനല്ല, അനേകർക്ക് ജീവൻ കൊടുക്കുവാനുള്ളവനാണ്. അതുകൊണ്ട് ഇവനെ മരണത്തിൽ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് തീരുമാനമെടുത്ത സ്വർഗീയ പിതാവ് മറ്റൊരു ദൈവദാസനെ അയക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് താൻ തന്നെ ഇറങ്ങി എൻ്റെ കാതുകളിൽ ഇങ്ങനെ മന്ദമായി എന്നെ ശബ്ദം കേൾപ്പിച്ചു, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സ്തോത്രം. മരണത്തിന്റെ ശക്തി എൻ്റെ മേൽ നിന്ന് വിട്ടുപോയി. ജീവന്റെ തുടുപ്പുകൾ എന്നിലേക്ക് മടങ്ങി വന്നു. എന്നോട് പറഞ്ഞു, മാമേ ഞാൻ നിന്നെ മറന്നിട്ടില്ല. പെറ്റമ്മ മറന്നു കാണുന്നതിനെ, പക്ഷേ ഞാൻ നിന്നെ മറന്നിട്ടില്ല. നീ അവിവേകം കാണിക്കരുത്. നീ ക്ഷമയോടെ വെയിറ്റ് ചെയ്യേ. ഞാൻ നിന്നെ മാനിക്കാൻ പോകുന്ന ദിനങ്ങളാ. നിന്നിലൂടെ അനേകർക്ക് ജീവൻ കൊടുക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചത്. നീ മരിക്കുവാനുള്ളവനല്ല, നീ ജീവനോടിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിപ്പാനുള്ളവനാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്നോട് ദൈവാത്മ പറയുന്നു, നീ മരിക്കുവാനുള്ളവനല്ല, നീ അനേകർക്ക് ജീവൻ കൊടുക്കുവാൻ വേണ്ടി ദൈവം കണ്ട വ്യക്തിയാ, കണ്ട കുടുംബമാ. നീ ക്ഷമയോടെ കാത്തിരിക്കെ. ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അന്ന് ആ ശബ്ദം കേട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഭൂമിയിൽ ഞങ്ങൾ കുടുംബമായി കാണുകയില്ലായിരുന്നു. ഇന്ന് ഏത് പ്രസ് നടുവിലും ഞങ്ങൾ തലയുയർത്തി നിന്ന് നെഞ്ചുവിരിക്കുന്നതിന്റെ കാരണം തകർക്കുവാനായിരുന്നെങ്കിൽ എന്നേ ഞങ്ങളെ തകർക്കാമായിരുന്നു. ഞങ്ങൾ ഈ ഭൂമിയിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളെ വിളിച്ച സ്വർഗീയ പിതാവിന് വേണ്ടിയാ. അവന്റെ ഇഷ്ടങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. 19-7 വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ. നിന്റെ യാത്ര തുടങ്ങിയതേ ഉള്ളൂ. നിന്റെ യാത്ര അല്പമേ ആയിട്ടുള്ളൂ. വഴിയിൽ നശിച്ചു പോകാനുള്ളതല്ല നീ അനേകർക്ക് ജീവൻ കൊടുക്കേണ്ടവനാണ്. സ്തോത്രം. നീ മരിക്കുവാനുള്ളവനല്ല. അങ്ങനെ ഏലിയാവിനെ ബലപ്പെടുത്തിയ പോലെ മരണത്തിന് താഴ്വരയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. 19 അധ്യായം 15-16 വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ അവിടെ കാണുന്ന വാക്യനാണ്, യഹോവ അവനോട് അരുളിച്ചെയ്തു. യഹോവ ഏലിയാവോട് പറയുകയാണ്, നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങി പോകുക. നീ എത്തുമ്പോൾ ഹസായേലിനെ ആരാമിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നീ ഹസായേലിനെ അഭിഷേകം ചെയ്യുക. നിംശിയുടെ മകനായ യേഹുവിനെ അഭിഷേകം ചെയ്യുക. ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹാലോലിയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം. നീ അഭിഷേകം ചെയ്യുക. നിന്റെ മേൽ പകർന്ന ജീവൻ, നിന്റെ മേൽ പകർന്ന അഭിഷേകം അനേകരുടെ മേൽ പകരുവാനത്രേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. നീ മരണിക്കുവാനുള്ളവനല്ല, ജീവൻ പ്രാപിക്കുവാനുള്ളവനും ജീവൻ പകരുവാനുള്ളതായതുകൊണ്ട് മരണത്തിന്റെ ശക്തിയിൽ ദൈവം നിന്നെ വെടിവെച്ച് ഇന്ന് പകൽക്കാലം നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഈ കൊറോണയെ മഹാമാരി കൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. നിന്നെ ദൈവം ജീവനോടെ നിലനിർത്തിയിരിക്കുന്നതിനെന്നറിയാമോ? അനേകർക്ക് ജീവൻ പകരുവാൻ വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ പിന്നെ കണ്ടെന്ന് വരികയില്ലായിരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളെ കണ്ടെന്ന് വരികയില്ലായിരുന്നു. ഞാനും എൻ്റെ ജീവിത പങ്കാളി കുഞ്ഞും 6 അടി മണ്ണിൽ ആണ്ടുപോയേനെ. കാരണം ഞങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാ. ഞങ്ങളുടെ ജീവിത സാഹചര്യം യാഥാർത്ഥ്യമാ. ആർക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല. മരണത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങളില്ലാതാകുന്നതിന് മുമ്പ് അവന്റെ നോട്ടം, അവൻ ഇറങ്ങി വന്ന് ഞങ്ങളോട് പറഞ്ഞു, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദൈവം സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അനേകരോട് സുവിശേഷം അറിയിക്കുമ്പോൾ, ജീവനോടെ നിർത്തിയ ദൈവത്തിന് ഞാൻ അറിയാതെ മഹത്വം കൊടുക്കുവാൻ ഇടയായിത്തീരും. വീട് വെക്കുവാനോ കാറ് വാങ്ങുവാനോ ഇവിടെ തോട്ടം വാങ്ങുവാനല്ല ദൈവം എന്നെ ജീവനോട് നിർത്തിയിരിക്കുന്നത്. എന്നെ നിർത്തിയിരിക്കുന്നത് കർത്താവ് തന്ന ജീവൻ അനേകരിലേക്ക് പകരുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. 126 സങ്കീർത്തനം 5 വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. സാംസ് 126:5. ഹല്ലേലൂയ. 5. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഓ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ shall reap with the shouts of joy. വലിയൊരു കൊയ്ത്ത്, സന്തോഷത്തിന്റെ അനുഭവം, ജോയിയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ വരാൻ പോവുക. എന്താണെന്നറിയാമോ? ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നു, ശ്രേഷ്ഠമായത് കരുതിയിരിക്കുന്നു. 3 പ്രോമിസ് തന്നിരിക്കുന്നു. ഇല്ലാത്തതിനെ, എക്സിസ്റ്റ് ചെയ്യാത്തതിനെ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെ അവൻ വിളിച്ചു വരുത്താൻ പോകുന്നു. നിന്റെ സിറ്റുവേഷൻസ് ഏതുമായിക്കൊള്ളട്ടെ, അവിടെ ആ സിറ്റുവേഷൻ നടുവിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. നിന്റെ ജീവിത യാഥാർത്ഥ്യം എന്തുമായിക്കൊള്ളട്ടെ, മരണത്തിൽ നിന്ന് നിന്നെ വിട്ടുകൊടുക്കാതെ ജീവൻ പ്രാപിക്കുന്നവനായും ജീവൻ പകരുന്നവനായും ദൈവം നിന്നെ മാറ്റുവാൻ പോകുന്നു. ശ്രേഷ്ഠമായത് ഇതേ മരുഭൂമിയിൽ നീ ഉഴന്നു കിടന്ന, നിലവിളിച്ച, ഇല്ല എന്ന് പറഞ്ഞ ഇടത്ത് നീ കണ്ണുനീരോടെ വിതച്ചതെല്ലാം ഈ ദിനങ്ങളിൽ ആർപ്പോടെ കൊയ്യുവാൻ പോകുക. നീ കൊയ്യാൻ പോകുക. ആമേൻ. നിന്റെ കയ്യിലെ ധനമെല്ലാം നഷ്ടപ്പെട്ടില്ലേ? ആമേൻ. വളമായി നിന്റെ പണം മണ്ണിലേക്ക് വീണു. ആമേൻ. വിത്തായി നിന്റെ പണം മണ്ണിലേക്ക് വീണു. ആമേൻ. സ്തോത്രം. അതിനുമുമ്പ് അത് ആ നിലം ഉഴുതുമറിക്കുവാൻ നീ പണം ചെലവാക്കി. നിന്റെ കയ്യിലെ ധനമെല്ലാം നഷ്ടപ്പെട്ട് ഒരു നിലത്തിലേക്ക് വീണപ്പോൾ നീ കരുതി എല്ലാം അവസാനിച്ചു. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ വിത്തുകൾ പൊട്ടി മുളയ്ക്കുവാൻ തുടങ്ങി. ഇതാ കൊയ്ത്തിന്റെ സമയം, സന്തോഷത്തിന്റെ ഒരു കൊയ്ത്ത്, ആനന്ദത്തിന്റെ ഒരു കൊയ്ത്ത്, നൃത്തത്തിന്റെ ഒരു കൊയ്ത്ത്, ആമേൻ, സമൃദ്ധിയുടെ ഒരു കൊയ്ത്ത്. നഷ്ടപ്പെട്ടതെല്ലാം ഒരു മണിയാണ് വീണെങ്കിൽ ആ ഒരു മണിയിൽ നിന്ന് 1000 മടങ്ങ് മണി നിന്റെലേക്ക് മടങ്ങി വരാൻ പോകുക. നഷ്ടപ്പെട്ടത് 1000 മടങ്ങ് നിന്റെലേക്ക് മടങ്ങി വരാൻ പോകുക. നീ ദൈവത്തിലേക്ക് ആശ്രയിക്ക്, ദൈവത്തിൽ തന്നെ ആശ്രയിക്ക്, അവനോട് പറ്റിച്ചേർന്നിരിക്ക്. ആമേൻ. നിനക്കില്ലാത്തതിന് അവൻ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ പോകും. ഇന്ന് എന്തില്ലെന്ന് നീ പറയുന്നുവോ അതുള്ളതുപോലെ ദൈവം നിനക്ക് കൊണ്ടുതരുവാൻ പോവുകയാണ്. ആമേൻ. നിന്റെ സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, അവിടെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ആമേൻ. മരിക്കാനുള്ള എല്ലാ ജീവിത സാഹചര്യം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലും, യാഥാർത്ഥ്യമാണെങ്കിലും, ജീവനുള്ളവനായി ജീവൻ പകരുന്നതിനായി ദൈവം നിന്നെ മാറ്റുവാൻ പോവുകയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.